പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് മൈക്രോ പ്രൊസസ്സർ അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത് 8085 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 8085ൻ്റെ ഡീറ്റെയിൽസ് ആണ് മൈക്രോ പ്രൊസസ്സർ സെക്ഷനിൽ പഠിക്കാനുള്ളത്. മൈക്രോ കൺട്രോൾ സെക്ഷനിൽ പഠിക്കാനുള്ളത് ജനറൽ അവയർനെസ് മാത്രമാണ്. ഓക്കെ, അതിന് കൂടെ അറ്റ്മേഗ 32ൻ്റെ പിൻ ഡീറ്റെയിൽസ് കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റൽ 8085 microprocessor was launched as a successor to the Intel 8080 processor. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 8086 എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ കോർ i3 അല്ലെങ്കിൽ ഇൻ്റൽ പെൻഡിയം എന്നൊക്കെ പറയുന്ന പ്രോസസ്സറിൻ്റെ ഏറ്റവും ആദ്യം അതിൻ്റെ ആ ഒരു സീരീസിൽ വന്ന ഫസ്റ്റ് പ്രോസസ്സറാണ് 8085 എന്ന് പറയുന്ന പ്രോസസ്സർ. അതുകൊണ്ടാണ് അത് പഠിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ 8085 microprocessor was developed using the NMOS technology. Just ചുമ്മാ ടെക്നോളജി പറഞ്ഞിരിക്കുകയാണ്. Then NMOS stands for negative channel metal oxide semiconductor, which is a type of technology used in the manufacturing IC chips. Okay, അപ്പോൾ IC chips ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന NMOS ആൻഡ് PMOS പോലത്തെ ടെക്നോളജി ഉണ്ട്. അതിൽ NMOS ടെക്നോളജിയാണ് ഈ 805 ഉണ്ടാക്കാൻ അല്ലെങ്കിൽ 8085 ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൈക്രോപ്രോസസർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 8085 microprocessor is available in the market in many versions. ഇപ്പോൾ 8085 എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. പല കമ്പനികൾ പല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യുന്നത്. 8085, 80S85, 80V85 എന്ന് പറയുന്ന കുറേ മോഡൽസ് ആണ് ഇപ്പോൾ വരുന്നത്. അപ്പം അവർ ഉണ്ടാക്കുന്ന ആർക്കിടെക്ചർ എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ 8085 microprocessor available in the market in many versions and used in many electronic gadgets such as washing machine, microwave ovens and other such devices. അങ്ങനെയുള്ള ഡിവൈസുകളിലൊക്കെ എംബഡ് ചെയ്തുകൊണ്ട് ഈ ഒരു മൈക്രോ കൺട്രോളർ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, മൈക്രോ പ്രൊസസ്സർ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ദ മൈക്രോ പ്രൊസസ്സർ ആർക്കിടെക്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ layout and the description of its internal components. The efficiency and the performance depends upon its architecture. അപ്പോൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു മൈക്രോ പ്രൊസസ്സറിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ട് വരുന്ന കമ്പോണൻസിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ കമ്പോണൻസ് എങ്ങനെയൊക്കെയാണോ അടുക്കി വെച്ചിരിക്കുന്നത് അതിനെ പ്രതിപാദിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അതോടൊപ്പം തന്നെ അതിൻ്റെ ചെറിയൊരു വിവരണവും ഇങ്ങനെ കൂടിയതാണ് ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈച്ച് മൈക്രോ പ്രൊസസ്സർ ഫാമിലി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ യൂണീക്ക് ആർക്കിടെക്ചർ. അതിന് മുമ്പ് ഒരു പോയിന്റ് പറയാനുണ്ട്. ദ പ്രൊസസ്സർ മാനുഫാക്ചറിംഗ് കമ്പനി സച്ച് ആസ് ഇൻ്റൽ ആൻഡ് AMD. നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള 3 കമ്പനികളാണ് ഇൻ്റൽ, AMD അതുപോലെ ARM എന്ന് പറയുന്ന മൈക്രോ പ്രൊസസ്സർ. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ വരുന്ന മൈക്രോ പ്രൊസസ്സർ ഡിസൈൻ ചെയ്യുന്നത് ARM എന്ന് പറയുന്ന കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ അതുപോലുള്ള കമ്പനികൾ ജനറലി ലോഞ്ച് നമ്പർ ഓഫ് പ്രൊസസ്സേഴ്സ് ചിപ്പ് ദാറ്റ് ബിലോങ്സ് ടു ദ സെയിം ആർക്കിടെക്ചർ. ഇപ്പോൾ നമ്മുടെ AMD എടുക്കാം, ഇൻ്റൽ എടുക്കാം, അല്ലെങ്കിൽ അതുപോലെ ARMൻ്റെ കമ്പനി എടുക്കാം. അപ്പോൾ എല്ലാം എടുക്കുന്ന വ്യത്യസ്ത മോഡൽ മൈക്രോ പ്രൊസസ്സർ ഉണ്ടെങ്കിൽ കൂടി എല്ലാറ്റിൻ്റെയും ആർക്കിടെക്ചർ ഏതാണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, ഈച്ച് മൈക്രോ പ്രൊസസ്സർ ഫാമിലി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് യൂണീക്ക് ആർക്കിടെക്ചർ. അല്ലേ, എല്ലാത്തിൻ്റെ ഒരു ആർക്കിടെക്ചർ അതിൻ്റെ ബേസിക് മോഡൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇൻ്റൽ കോർ i3, i5 അതിൻ്റെ ഒക്കെ ബേസിക് കോർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതിൻ്റെ നമ്പർ ഓഫ് കോറുകളുടെ എണ്ണം കൂടാന്നല്ലാതെ അതിൻ്റെ ബേസിക് ഘടന എന്ന് പറയുന്നത് സെയിം ആണ്. ആൻഡ് AMD ആർക്കിടെക്ചർ ഫാമിലി ഇൻക്ലൂഡ് ദ Ryzen 3 ആൻഡ് Ryzen 5. Okay, the instruction set architecture defines the set of binary commands supported by the ARM processor and should not be confused with the microprocessor architecture. അതായത് മൈക്രോ പ്രൊസസ്സർ ആർക്കിടെക്ചർ നമ്മളൊരു മൈക്രോ പ്രൊസസ്സർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു ഇൻസ്ട്രക്ഷൻ സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇൻ്റൽ i3 ആവട്ടെ, i5 ആവട്ടെ, പിന്നെ ഡ്യുവൽ കോർ ആവട്ടെ, അതിൻ്റെ ഒക്കെ കോഡ് ചെയ്യുന്നതൊക്കെ സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ വേർഷൻസ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആർക്കിടെക്ചർ സെയിം ആയിട്ട് നടത്തുന്നത്. ഇപ്പോൾ 8085ൻ്റെ ആർക്കിടെക്ചറാണ് നമ്മളിപ്പോൾ ഫിഗറിൽ കാണുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാം വ്യത്യസ്ത കമ്പോണൻസുകളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പെട്ടെന്ന് കാണാം. അപ്പോൾ 8085ൻ്റെ ചിപ്പ് ഇങ്ങനെയാണ് കിട്ടുന്നത്, നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചർ ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻട്രപ്റ്റ് കൺട്രോളേഴ്സ് ഉണ്ട്, സീരിയൽ IO കൺട്രോളേഴ്സ് ഉണ്ട്, പിന്നെ 8-bit ഡാറ്റാ ബസ്സാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ 16-bit അഡ്രസ് ലൈൻസ് ആണ് ഈ 8085ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ അക്യുമുലേറ്റർ ഉണ്ട്, ടെമ്പർ രജിസ്റ്റേഴ്സ് ഉണ്ട്, ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അക്യുമുലേറ്റർ ആണ് നമ്മുടെ ഈ പറയുന്ന മൈക്രോ പ്രൊസസ്സറിൻ്റെ മെയിൻ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് അക്യുമുലേറ്റർ ആണ്. അതുപോലെ തന്നെ ALU അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, അല്ലേ, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻസ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസും ചെയ്യുന്നത് എവിടെയാണ്? ഈ പറയുന്ന ALU എന്ന് പറയുന്ന അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റിലാണ്. അപ്പോൾ അതിൻ്റെ അഡ്രസ് ഡീകോഡറും അതുപോലെയുള്ള
സംഗതികളൊക്കെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യും. അതുപോലെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷൻസിനെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ മൂവ് A, B, മൂവ് A, MVI A32 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ്, ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഡീകോഡ് എന്നതിനെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററാണ്. ഓക്കെ. ഇനി അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, അതുപോലെ തന്നെ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ നാഡിഞരമ്പ് എന്ന് പറയുന്നത് ശരിക്കും ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പം ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ടില്ലെങ്കിൽ ഒരു പ്രോസസ്സും മര്യാദക്ക് നടക്കില്ല. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റിൽ അതിനകത്ത് എത്ര ടി സ്റ്റേറ്റ്സ് ഉണ്ട്, ആ ടി സ്റ്റേറ്റ്സിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ഓരോ ടി സ്റ്റേറ്റ് അനുസരിച്ചായിരിക്കും ഓരോ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഒരു ടി സ്റ്റേറ്റിൽ മെമ്മറി റീഡ് ഒരു എന്താ പറയുക ഓപ്പ് കോഡ് ഫെച്ച് ആയിരിക്കും, അടുത്ത ടി സ്റ്റേറ്റിൽ മെമ്മറി റീഡ് അല്ലെങ്കിൽ മെമ്മറി റൈറ്റ്, ഓപ്പ് കോഡ് ഡീകോഡിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തോടെ നടക്കുന്നുണ്ട്. അതായത് ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ് കാര്യങ്ങളൊക്കെ ഓരോ സൈക്കിൾ പോകുന്ന സമയത്തും സംഭവിക്കുന്നുണ്ട്. അതാണ് ഈ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ഇൻ്റർഫേസിങ് അതായത് ഒരുപാട് കണക്റ്റേഴ്സാണിത്. പുറത്തേക്ക് നമുക്ക് കാണാൻ കണക്ട് ചെയ്യാൻ പറ്റുന്ന കണക്റ്റേഴ്സാണിത്. അപ്പോൾ അതിൽ X1 X2 എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ കണക്ട് ചെയ്യാനുള്ള 2 പോയിന്റുകളാണ്. അതുപോലെ ക്ലോക്ക് ഔട്ട്പുട്ട് ക്ലോക്ക് എടുക്കാനുള്ള, വേറെ ഏതെങ്കിലും ഡിവൈസിനെ നമ്മൾ ഇതുമായി സിങ്ക് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ക്ലോക്ക് സെയിം ആയിരിക്കണം. അപ്പോൾ ആ ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ക്ലോക്ക് ഔട്ട് എന്ന് പറയുന്നത്. റെഡി എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസ് അടുത്ത വർക്ക് ചെയ്യാനുള്ള റെഡിയാണെന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ വേറൊരു പെരിഫറൽ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡിയാണെന്നുള്ള അർത്ഥത്തിലാണ് റെഡി എന്നുള്ള പിന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ RD ബാർ ഉണ്ട്, റൈറ്റ് ബാർ ഉണ്ട്. RD ബാർ റൈറ്റ് ബാർ എന്ന് പറയുന്നത് നമുക്ക് മെമ്മറിയിലേക്ക് റീഡ് ചെയ്യാനും അതുപോലെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാനും മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന 2 പിന്നുകളാണ് ഈ RD ബാറും റൈറ്റ് ബാറും. അതുപോലെ ALE അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയും. അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുക നമ്മൾ പഠിക്കുന്നുണ്ട്, പിന്നാലെ വരുന്നുണ്ട്. ഞാൻ ചുരുക്കത്തിൽ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതുപോലെ S0 S1 IO ബാർ M ബാർ ഇൻപുട്ടാണോ, അതുപോലെ അല്ല IO ഡിവൈസുകളാണോ മെമ്മറി ഡിവൈസ് ആണോ നമ്മളിത് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള തീരുമാനിക്കുന്നതാണ് IO ബാർ M ബാർ എന്ന് പറയുന്നത്. അതുപോലെ ഹോൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡിവൈസ് അല്ലെങ്കിൽ പിന്നെ വേറൊരു ഈ പറയുന്ന അഡ്രസ് ബസ് അല്ലെങ്കിൽ ഡാറ്റാബേസ് വേറൊരു പുറത്തുള്ളൊരു മാസ്റ്റർ ഡിവൈസ് ഉപയോഗിക്കുന്ന സമയത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് ആ ഹോൾഡ് സിഗ്നൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ അതിൻ്റെ അക്നോളജ്മെൻറ്റ് സിഗ്നലാണ് HLDA വഴി നമുക്ക് കിട്ടുക. അതുപോലെ ഇന്ന് ഔട്ട്, റീസെറ്റ് ഔട്ട്. പിന്നെ വരുന്നത് നമ്മുടെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. BC, DE ആൻഡ് HL രജിസ്റ്റേഴ്സ്, പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിന്റർ, അതുപോലെ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് രജിസ്റ്റേഴ്സ്, ഇതുപോലുള്ള രജിസ്റ്റേഴ്സ് എല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഒരു ഭാഗം. പിന്നെ ബഫർ, അതുപോലെ ഡാറ്റ ബഫർ. ഓക്കെ, ആഡ് ബഫർ ആൻഡ് ആഡ് ആൻഡ് ഡാറ്റ ബഫർ, അഡ്രസ് ബഫർ, അഡ്രസ് ആൻഡ് ഡാറ്റ ബഫർ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു കൺട്രോളേഴ്സിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന സംഗതികൾ. ഇനി അതിൻ്റെ ഓരോ പോയിന്റുകൾ നമുക്ക് ആർക്കിടെക്ചർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ദ 8085 മൈക്രോപ്രൊസസർ ഇന്റേണലി കൺസിസ്റ്റ് ഓഫ് 3 ബേസിക് യൂണിറ്റ്സ് വിച്ച് ഇൻക്ലൂഡ്സ് ദ മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് ദ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള 3 സെക്ഷൻസ്: മെമ്മറി യൂണിറ്റ്, control unit and arithmetic logic unit. The CPU memory consists of a high speed memory area called registers. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ temporary registers ആയിട്ടുള്ള high speed registers. Okay. The control units control all system components by sending the control signals along the control bus. Control bus-ലൂടെ control signals കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതാണ് control unit in the function. Arithmetic and logical unit of the CPU performs all the arithmetic and logical operations as directed by the operations by the program instructions. Instructions പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻസ് എന്താണോ അത് ആ ഫംഗ്ഷൻ ചെയ്യാന്നുള്ളതാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. The main function of the microprocessor CPU is to execute the program. A computer program consisting of set of instructions that directs the CPU to perform the desired operation. The operation system loads the program into the main memory RAM. Each program instruction residing in the memory is represented by the machine instructions in the binary. Okay. In architecture, this machine instruction can be directly decoded into executed by the processor. The CPU initiates the program execution by fetching, decoding and executing each instruction one by one. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഓരോ എന്താ പറയുക CPU ഇനിഷ്യേറ്റ് ചെയ്യും. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇനിഷ്യേറ്റ് ചെയ്യുന്ന
പ്രോസസ്സ് എന്ന് പറയുന്നത് ഫെച്ചിങ്, അതായത് നമ്മുടെ ഡീകോഡ് ഓപ്പ് കോഡ് ഫെച്ചിങ്, അതുപോലെ അത് ആ ഫെച്ച് ചെയ്ത ഓപ്പ് കോഡ് ഡീകോഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഈ ഒരു 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഈ ഒരു പറയുന്ന CPU-ൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. CPU executes the program by repetitively performing the instruction cycle. The instruction cycle is 3-step CPU operation which includes fetch, decode and execute operation. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ്, നമ്മുടെ ഈ കൺട്രോളറിൻ്റെ 8085 എന്ന് പറയുന്ന മൈക്രോ പ്രൊസസറിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ സാധാരണ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ സ്പെക്സ് നോക്കാറില്ല, അതിൻ്റെ അതുപോലെ തന്നെ ഒരു മൈക്രോ പ്രൊസസറിൻ്റെ സ്പെക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് 8-bit പ്രൊസസർ, അതായത് അത് പ്രോസസ്സ് ചെയ്യുന്ന അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 8 bit ആണ്. ഇറ്റ് ഹാസ് 16-bit അഡ്രസ് ബസ്, അതായത് ഇതിലേക്ക് ഇൻ്റർഫേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർഫേസ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്രസ് ലൈൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 16 bit ആണ്. ഇറ്റ് ക്യാൻ അഡ്രസ് അപ് ടു 64 KB, 2/16 എന്ന് പറയുന്നത് എത്ര വരും? 65,536 രജിസ്റ്റേഴ്സ് ഓരോ ഇൻഡിവിജ്വൽ ലൊക്കേഷൻസ് വരും. അപ്പോൾ അത്രയും ഈ ഒരു പാറ്റേൺ വരുന്ന ഒരു മെമ്മറീനെ നമ്മൾ അതിന് ഇൻ്റർഫേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 64 KB കിലോബൈറ്റ് മെമ്മറി ആണ് ഇതിനകത്ത് വരുന്നത്. 64 KB, അതായത് 65,535 അല്ലെ 536 ലൊക്കേഷൻസ് നമുക്ക് ഈ 16-bit അഡ്രസ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് എ 40-pin പ്രൊസസ്സർ. ഇതിന് ടോട്ടലി എത്ര പിന്നുണ്ട്? 40 പിന്നാണുള്ളത്. അതുപോലെ അതിനൊരു പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്. ആ പ്രോഗ്രാം കൗണ്ടറിൻ്റെ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 16 bit ആണ്. 16-bit പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ. അതിന് 5 വോൾട്ടിലാണ് ഇതിന് വർക്ക് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് എത്ര 5 വോൾട്ടിലാണ്. 16-bit സ്റ്റാക്ക് പോയിന്റർ ആണ് ഇതിനുള്ള മറ്റൊരു പ്രത്യേകത. 16-bit ആണ്. ഈ ബിറ്റുകളുടെ എണ്ണം ഓർത്തിരിക്കണം ഓരോന്നിൻ്റെ. ഇപ്പം അക്യുമുലേറ്റർ ആണെങ്കിൽ 8 bit, പ്രോഗ്രാം കൗണ്ടർ ആണെങ്കിൽ 16 bit. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് 16 bit മറ്റെന്തുകൊണ്ടാണ് 8 bit എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഓർത്തിരിക്കാം. പിന്നെ അത് സ്പീഡ് എന്ന് പറയുന്നത് 3 സ്പീഡിൽ വർക്ക് ചെയ്യിക്കാം. 3 MHz, 5 MHz, അതുപോലെ 6 MHz. ഇറ്റ് ഹാസ് 8-bit രജിസ്റ്റേഴ്സ്, BC, DE ആൻഡ് HL രജിസ്റ്റേഴ്സ് അല്ലേ. ഓരോ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട് അതിനകത്ത്. BC, DE ആൻഡ് HL രജിസ്റ്റർ. B രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്ററാണ്, C എന്ന് പറയുന്ന മറ്റൊരു രജിസ്റ്ററാണ്, D എന്ന് പറയുന്ന മറ്റൊരു രജിസ്റ്ററാണ്. അങ്ങനെ 6 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിനെ പെയറായിട്ട് നമ്മളങ്ങനെ ഉപയോഗിക്കാറുണ്ട്. 8 ബിറ്റിൻ്റെ 16 ബിറ്റിൻ്റെ ആക്കി നമ്മൾ ഒരുമിച്ച് 16 ബിറ്റ് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഹാസ് 8-bit ഡാറ്റാ ബസ്. ഡാറ്റാ ബസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 bit ആണ്. അഡ്രസ് ബസ് എന്ന് പറയുന്നത് 16 bit ആണ്. സപ്പോർട്ട്സ് 8 സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ്. ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് 8 എണ്ണമാണ്. അതുപോലെ അതോടൊപ്പം തന്നെ 5 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. 5 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്. അപ്പോൾ 6 സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റും 5 ഹാർഡ്വെയർ ഇൻട്രപ്റ്റും ആണ് നമുക്ക് ഈ പ്രൊസസ്സറിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇനി ഇതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഈ ആർക്കിടെക്ചറിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. അക്യുമുലേറ്റർ, ടെമ്പററി രജിസ്റ്റേഴ്സ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, ഫ്ലാഗ് രജിസ്റ്റേഴ്സ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതൊക്കെ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ, സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, സീരിയൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കൺട്രോളർ, പ്രോഗ്രാം കൗണ്ടർ PC, ഇൻട്രപ്റ്റ് കൺട്രോളർ, അതുപോലെ സ്റ്റാക്ക് പോയിന്റർ SP, അഡ്രസ് ബസ് ആൻഡ് ഡാറ്റ ബസ്. ഇത്രയും യൂണിറ്റ്സ് ആണ് ഈ ആർക്കിടെക്ചറിനകത്ത് നമുക്ക് പ്രത്യേകം എടുത്തു പറയാൻ കഴിയുന്ന ഈ പറയുന്ന ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ CPU രജിസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ദ CPU രജിസ്റ്റേഴ്സ് ആർ സിംപ്ലി ഹൈ സ്പീഡ് മെമ്മറി പ്രസൻറ്റ് ഇൻസൈഡ് ദ പ്രൊസസർ. പ്രൊസസ്സറിൻ്റെ ഇൻസൈഡായിട്ട് വരുന്ന അല്ലെങ്കിൽ ഉള്ളിൽ വരുന്ന മെമ്മറി ലൊക്കേഷൻസിനെയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് എൻ്റെ ഇപ്പോൾ അത് അങ്ങനെ വെക്കാൻ കാരണം എന്താണ്? ദ CPU മേക്സ് ദ യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ പ്രൊസസർ ചിപ്പ് അല്ലേ. ദ CPU വർക്ക്സ് അറ്റ് എ വെരി ഹൈ സ്പീഡ്. CPU വർക്ക് ചെയ്യുന്നത്, CPU എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രൊസസറിൻ്റെ കോറ്, അത് വർക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ മൈക്രോ പ്രൊസസർ വർക്ക് ചെയ്യുന്നത് വളരെ സ്പീഡിലാണ്, വളരെ ഉയർന്ന സ്പീഡിലാണിത് വർക്ക് ചെയ്യുന്നത്. The intermediate high-speed memory is placed between the high speed as compared to speed at which the instructions and data. അതായത് നമ്മുടെ CPU വർക്ക് ചെയ്യുന്നത് ഒരു ഭയങ്കര കൂടിയ സ്പീഡിലും എന്നാലോ അതുമായിട്ട് ഇൻ്റർഫേസ് വെച്ചിരിക്കുന്ന റാം അല്ലെങ്കിൽ റോമിൻ്റെ അകത്ത് നമ്മൾ ആ റോമിൻ്റെ അകത്തോ അല്ലെങ്കിൽ റാമിൻ്റെ അകത്തായിരിക്കും പ്രോഗ്രാം ഉണ്ടാവുക. അപ്പോൾ ആ പ്രോഗ്രാമിൽ ഡാറ്റ ഉണ്ടാവുക. അപ്പോൾ ഡാറ്റ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രാം എടുക്കുന്ന സമയത്ത് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ഈ റാമോ അല്ലെങ്കിൽ റോമോ പോലത്തെ ഡിവൈസിനകത്താണ്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നതോ കമ്പാരിറ്റീവ്ലി ലോവർ സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ പ്രൊസസറിൻ്റെ സ്പീഡ്
ഇതുമായിട്ട് ഒന്ന് എന്താ പറയുക ചേർന്ന് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എടുക്ക് നമ്മുടെ ഈ പറയുന്ന രജിസ്റ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ രജിസ്റ്റേഴ്സിൻ്റെ അകത്ത് ആദ്യം ഈ പറയുന്ന റാമെന്ന് അല്ലെങ്കിൽ റോമിൽ ഡാറ്റ നമ്മൾ രജിസ്റ്റേഴ്സിൽ കൊണ്ടുവരുന്നു. ഈ രജിസ്റ്റേഴ്സും ഈ അക്യുമുലേറ്ററും ചേർന്ന് അല്ലെങ്കിൽ ALU ചേർന്നിട്ടാണ് നമ്മുടെ ഈ പറയുന്ന പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. ഓക്കെ. And therefore the intermediate high speed memory is placed between the CPU and the main memory RAM in order to optimize the CPU performance. അതാണ് നമ്മൾ പറഞ്ഞത്, ഈ CPU പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന രജിസ്റ്റേഴ്സ് റാമിൻ്റെയും മൈക്രോപ്രൊസസറിൻ്റെ അടുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. The CPU registers can grouped into two types. The first type is called general purpose registers, അങ്ങനെ പറയാം നമുക്ക്. അതോടൊപ്പം തന്നെ and the second type is called special purpose registers. രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും മറ്റത് വരുന്നത് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സുമാണ്. The registers are groups of flip-flops used to store a word and each flip-flop can store 1 bit of data. For example, if the word size is 1 byte then it will have 8 flip-flops. അതായത് ഈ രജിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ച ഫ്ലിപ്പ്-ഫ്ലോപ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഫ്ലിപ്പ്-ഫ്ലോപ്സിൽ ഉപയോഗിക്കുന്നതിനാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വേർഡ് ഓഫ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എത്ര ഫ്ലിപ്പ്-ഫ്ലോപ്സ് ഉണ്ടായിരിക്കും? 8 ഫ്ലിപ്പ്-ഫ്ലോപ്സ് ആണ് ആ രജിസ്റ്റേഴ്സിൽ കാണുന്നത്. ഓക്കെ. അപ്പോൾ ഓരോ രജിസ്റ്റേഴ്സും എത്ര ബിറ്റാണ്? 8 ബിറ്റുകളാണ്, അല്ലെങ്കിൽ ഒരു ബൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. എ ഫ്ലിപ്പ്-ഫ്ലോപ്പ് ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് യൂസ്ഡ് ടു സ്റ്റോർ 2 സ്റ്റേബിൾ ബൈനറി സ്റ്റേറ്റ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ ദ ബൈനറി ഡാറ്റ ഐദർ 0 or 1. അപ്പോൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ രജിസ്റ്റേഴ്സിൻ്റെ ഒരു ഫ്ലോ നമുക്ക് നോക്കാം. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും അതുപോലെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സും. അപ്പോൾ അതിൽ വരുന്നത് ജനറൽ പർപ്പസ് വരുന്നത് ഏതൊക്കെയാണ്? അക്യുമുലേറ്റർ, B രജിസ്റ്റർ, C രജിസ്റ്റർ, D രജിസ്റ്റർ, E രജിസ്റ്റർ, H രജിസ്റ്റർ, L രജിസ്റ്റർ അല്ലേ. അപ്പോൾ അതിന് 8 ബിറ്റാണ് ഓരോന്ന് വരുന്നത്, 8 ബിറ്റുകളാണ്. അതുപോലെ 16 ബിറ്റ് രജിസ്റ്റേഴ്സ്. ഈ 16 ബിറ്റ് രജിസ്റ്റേഴ്സ് എങ്ങനെ ഉപയോഗിക്കുന്നത്? 2 പെയർ ആയിട്ട് അല്ലേ, പെയർ BCDHL ആൻഡ് അങ്ങനെ ഉപയോഗിക്കുന്നത് എന്ത് 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന 8 ഓരോ രജിസ്റ്റേഴ്സിനെ പെയർ ആയിക്കൊണ്ട് 16 ബിറ്റായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ടോട്ടലി എത്രയാണ്? BCDEHL രജിസ്റ്റേഴ്സാണ് നമ്മൾ സാധാരണ പറയാറ്. പിന്നെ അതിൻ്റെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നോക്കി, അക്യുമുലേറ്റർ, പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിൻ്റർ, ഫ്ലാഗ് രജിസ്റ്റർ. 8 ബിറ്റ്, 16 ബിറ്റ്, 16 ബിറ്റ്, 8 ബിറ്റാണ്. ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. പ്രോഗ്രാം കൗണ്ടറും സ്റ്റാക്ക് പോയിൻ്ററും 16 ബിറ്റാണെന്നുള്ള ആരും മറന്നു പോരുത്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ 8 ബിറ്റ്. അതുപോലെ ടെമ്പററി രജിസ്റ്റർ W and Z 8 ബിറ്റാണ്. ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് രജിസ്റ്റർ 16 ബിറ്റ്. ഇതൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻ്റ് ഒക്കെ നമ്മുടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന് വരുന്ന സമയത്താണ് ഈ ഡിക്രിമെൻറ്റ് ആൻഡ് ഇൻക്രിമെൻറ്റ് അതുപോലെ ടെമ്പററി രജിസ്റ്റേഴ്സൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ അഡ്രസ് ലാച്ച് എന്ന് പറയുന്നത് 16 ബിറ്റ് അഡ്രസ് രജിസ്റ്റേഴ്സാണ്. അതാണ് യൂസർ ആക്സസിബിളും യൂസർ നോൺ ആക്സസിബിളാണ്. അപ്പോൾ യൂസർ ആക്സസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേറ്ററിലേക്ക് നമുക്ക് ഡാറ്റ പുട്ട് ചെയ്യാം, അവിടെ നിന്ന് എടുക്കാം. പ്രോഗ്രാം കൗണ്ടറിലേക്ക് ഡാറ്റ കൊടുക്കാം, അവിടെ നിന്ന് എടുക്കാം, പുഷ് ചെയ്യാം. പുഷ് ആൻഡ് പോപ്പ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റാക്ക് പോയിൻ്റർ കൺട്രോൾ ചെയ്യാം. ഫ്ലാഗ് രജിസ്റ്റേഴ്സ് നമുക്ക് റീസെറ്റ് ചെയ്യാം, അത് ഡാറ്റ റീഡ് ചെയ്തെടുക്കാം. പക്ഷേ ഈ സംഗതികൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് ഓപ്പറേഷൻ, അത് മൈക്രോ പ്രോസസർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് തന്നെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അത് സ്വയം ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഇൻറ്റേർണലായിട്ട് ഉപയോഗിക്കുന്ന യൂസർ ആക്സസിബിൾ അല്ലാത്ത രജിസ്റ്റേഴ്സാണ് ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ടെമ്പററി രജിസ്റ്റർ, ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് രജിസ്റ്റർ ആൻഡ് അഡ്രസ് ലാച്ച് രജിസ്റ്റേഴ്സ്. ഓക്കെ. ഇനി മൈക്രോ പ്രോസസറിൻ്റെ അക്യുമുലേറ്റർ, അതിൻ്റെ ഓരോ ഭാഗങ്ങളെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ദ അക്യുമുലേറ്റർ ഇസ് എ ഏരിയ വേർ ദ പ്രോസസർ ആക്ച്വലി ഓപ്പറേറ്റ്സ് ഓൺ ദ ഡാറ്റ ആസ് പെർ ദ ഓപ്പറേഷൻ. അപ്പോൾ നമ്മളൊരു അതിൻ്റെ ഒരു എന്താ പറയുക, അവിടെയാണ് ശരിക്കും ഓപ്പറേഷൻ നടക്കുന്നത്. എന്ത് ഓപ്പറേഷൻസാണ്? നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അക്യുമുലേറ്ററിൻ്റെ അകത്താണ്. സ്പെസിഫൈഡ് ഇൻ ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിൻ്റെ അകത്തുള്ള ഓപ്പറേഷൻസ് നടക്കുന്ന എവിടെയാണ്? അക്യുമുലേറ്ററിനകത്താണ്. ദ അക്യുമുലേറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് 8 ബിറ്റ് രജിസ്റ്റർ. 8 bit register also referred to as the ACC. The accumulator is connected to the Indian database and the ALU. The outcome of the operation. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യുന്നത്? അതും അക്യുമുലേറ്ററിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. എന്താണ്? ദ ഔട്ട്കം ഓഫ് ദ ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് ബൈ ദ അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഈ സ്റ്റോർഡ് ഇൻ ടു ദ അക്യുമുലേറ്റർ. ദ പ്രൊസസർ ഡാറ്റ ഈസ് ദെൻ ട്രാൻസ്ഫേർഡ് ടു ദ മെമ്മറി. അല്ലേ, നമ്മൾ അതുമായി ഇൻ്റർഫേസ് ചെയ്തിരിക്കുന്ന റാമിൻ്റെ അകത്തേക്കോ റോമിൻ്റെ അകത്തേക്കോ ഡാറ്റ സ്റ്റോർ ചെയ്യും. Next, ALU, arithmetic and logical unit. But the ALU is one of the most important functional component of the central processing unit, CPU. The main function of the ALU is to perform the arithmetic and logical operations.
The program instruction specifies the operation code, അതായത് op code, and the address of the data that need to be fetched. The operation code is decoded and ALU operates on the data placed in the accumulator. Okay, the ALU performs various arithmetic operations such as addition, subtraction, multiplication, increment and decrement. The logical operations include decision making, comparison and other logical operations. ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? നമ്മുടെ arithmetic and logical unit ആണ്. Okay. ഇനി ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ദ CPU ഈസ് ഡ്രിവൺ ബൈ എ സ്റ്റീം ഓഫ് ക്ലോക്ക് സിഗ്നൽസ് ജനറേറ്റഡ് ബൈ എ ക്ലോക്ക് സർക്യൂട്ട് വിത്തിൻ ദ പ്രൊസസർ ചിപ്പ്. അല്ലേ, ഒരു പ്രൊസസർ ചിപ്പിനകത്ത് ഒരുപാട് ടൈമിംഗ് ആൻഡ് ക്ലോക്ക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആണ്. ദീസ് ക്ലോക്ക് സിഗ്നൽസ് ഹെൽപ്സ് ദ CPU ടു സിങ്ക്രണൈസ് ദ ഓപ്പറേഷൻ ഓഫ് ദെയർ വേരിയസ് അതർ ഹാർഡ്വെയർ ഡിവൈസസ്. അപ്പോൾ നമുക്ക് ആ ഡിവൈസിൻ്റെ അകത്ത് അല്ലെങ്കിൽ മൈക്രോ പ്രൊസസറിൻ്റെ അകത്തുള്ള ഹാർഡ്വെയറും അല്ലാതെ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പിന്നെ ഡിവൈസുകളും എല്ലാം സിങ്ക്രണൈസ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു ടൈമിംഗ് വേണം, അല്ലെങ്കിൽ ഒരു കൺട്രോൾ വേണം, ടൈമിങ്ങിന് കൺട്രോൾ വേണം. അപ്പോൾ അത്തരം കൺട്രോൾ കൊടുക്കുന്ന ആരാണ്? ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആണ്. ദ കൺട്രോൾ യൂണിറ്റ് ഇസ് ദ പ്രൊസസർ ആൾസോ സെൻസ് കൺട്രോൾ സിഗ്നൽസ് ടു ഓൾ ഹാർഡ്വെയർ കമ്പോണൻറ്റ്സ് ആൻഡ് പെരിഫറൽ ഡിവൈസസ് നെസസറി ടു ദ കൺട്രോൾ ഇറ്റ്സ് ഓപ്പറേഷൻസ്. ഓക്കെ. The timing and control signals are essential part of the instruction cycle, which is a basic operation of the CPU to execute the program instruction. For each clock pulse, the CPU executes a part of the instruction. അല്ലേ, അപ്പം ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസിൽ എന്താണ് പറയുന്നത്? are essential part of the instruction cycle, which is a basic operation of the CPU to execute the program instruction. ഒരു പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടേണ്ട ഏറ്റവും ബേസിക് സംഗതിയാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പൾസിലും, ഓരോ ക്ലോക്ക് പൾസിലും ദ CPU എക്സിക്യൂട്ട്സ് ദ പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ. ഒരു ഇൻസ്ട്രക്ഷൻസിൽ പറയുന്ന ഒരുപാട് സംഗതികൾ അടങ്ങിയിരിക്കുന്നതാണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ അകത്ത് ഓപ്പ് കോഡ് ഉണ്ടാവും, ഓപ്പറൻ്റ് ഉണ്ടാവും, അതുപോലെ ഈ പറയുന്ന ഓപ്പ് കോഡാണെങ്കിലും മെമ്മറി റീഡ് ഉണ്ടാവും, മെമ്മറി റൈറ്റിൻ്റെ ഓപ്പറേഷൻ ഉണ്ടാവും, ഒറ്റ ഇൻസ്ട്രക്ഷൻസ് തന്നെ. അപ്പോൾ ഇതിനെല്ലാം ഇത് കൺട്രോൾ ചെയ്യുന്ന ഓരോ ക്ലോക്ക് സൈക്കിളിലും ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു 8 T സൈക്കിൾ വേണമെങ്കിൽ, ഒരു 5 T സൈക്കിൾ വേണമെങ്കിൽ ഓരോ ക്ലോക്ക് എന്ന് പറയുന്നത് ഓരോ T സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ ഓരോ T സ്റ്റേറ്റിലും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ് എന്ന് പറയുന്ന ഓരോരോ പാർട്ടുകളായിരിക്കും. എക്സിക്യൂട്ട് എ പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻസ്. The control unit of the processor also sends control signals to all the hardware components and peripheral devices necessary to control its operations. The timing and control signals are essential part of the instruction cycle. Is a basic operation of the CPU execute the program instruction. For each clock pulse, CPU execute a part of the instruction. The unit synchronizes all the microprocessor operations with the clock and generates the control signals necessary for the communication between the microprocessor and peripherals. The control signals are similar to sync pulses in the oscilloscope. നമ്മൾ ഈ ഓസിലോസ്കോപ്പിനകത്ത് ഉപയോഗിക്കുന്ന സിങ്ക് പൾസുകളെ പോലെയാണ് ഈ പറയുന്ന കൺട്രോൾ ആൻഡ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസിൻ്റെ കഥ. The RD bar and RW bar signals are sync pulses indicating the availability of the data on the data bus. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ ഇതൊരു ഡിഫറൻറ്റ് T1, T2, T3, T4, T5 എന്ന് പറയുന്ന ഡിഫറൻറ്റ് T സൈക്കിൾസ് ചേർന്നിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളാണ്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ എന്തൊക്കെ നോക്കിയാൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ഉണ്ട്, അതുപോലെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ഉണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും? മെമ്മറി റീഡ് ഉണ്ടാവും, മെമ്മറി റൈറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാം കൂടി ചേർന്നിരിക്കുന്നതാണ് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻസും വ്യത്യസ്ത രീതിയിലുള്ള ജനറൽ ചിലപ്പം ഒരുപാട് ഇൻസ്ട്രക്ഷൻ സൈക്കിളിന് ചിലപ്പോൾ 5 T സൈക്കിൾ ഉണ്ടായിരിക്കണം, അതുപോലെ 8 T സൈക്കിൾസ് ഉണ്ട്, 7, 8 T സൈക്കിൾസ് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത T സൈക്കിൾസ് ഉള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ഉണ്ട്. ഡിഫറൻറ്റ് T സൈക്കിൾസ് ഉള്ള ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ്. ഇനി ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. The general purpose registers are used as a temporary memory അല്ലേ, ഡ്യൂറിങ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് ഉപയോഗിക്കുന്ന മെമ്മറിയാണ് ഈ പറയുന്ന ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മെമ്മറി നമ്മുടെ റാമിൽ നിന്ന് ഡാറ്റ എടുക്കുന്നു, അക്യുമുലേറ്ററിൽ കൊടുക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, അതിൻ്റെ ഡാറ്റ എടുത്ത് വീണ്ടും HL രജിസ്റ്റേഴ്സിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യുന്നു. അവിടെ നിന്ന് എടുത്ത് വീണ്ടും അത് റോമിലേക്കോ മാറ്റുന്നു. ആ സമയത്തൊരു ഇൻ്റർമീഡിയറ്റ് മെമ്മറി ആയിട്ട്, ഒരു ടെമ്പററി മെമ്മറി ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ദ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആർ നെയിംഡ് ആസ് B, C, D, E, H ആൻഡ് L രജിസ്റ്റേഴ്സ്.
These registers can be also combined to form register pair. എന്തൊക്കെയാണ് ബി സി ആയിട്ട് ഉപയോഗിക്കുന്നു, ഈ ഡി ആയിട്ട് ഉപയോഗിക്കുന്നു, അതുപോലെ എച്ച് എൽ രജിസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, ഒരു സിംഗിൾ 16 ബിറ്റ് രജിസ്റ്റർ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഈ രജിസ്റ്റർ പെയറുകൾ ഉപയോഗിക്കാൻ കഴിയും to perform the 16 bit operations. These registers are used as a high speed temporary memory to store the program data during the program execution. അതാണ് അതിൻ്റെ ഇസ്രൈറ്റ് 5ൻ്റെ അകത്തുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് ബി സി ഡി എച്ച് എൻ സ്റ്റാക്ക് പോയിൻ്റർ പ്രോഗ്രാം കൗണ്ടർ അതുപോലെ സംഗതികളൊക്കെ. ഓക്കെ, പ്രോഗ്രാം കൗണ്ടറൊക്കെ സ്പെഷ്യൽ ഫംഗ്ഷനാണ്. ഇത് നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറയാം, ബി സി ഡി ആൻഡ് എച്ച് എൽ രജിസ്റ്റേഴ്സ്. CPU also makes the use of some special purpose registers. അടുത്ത് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. നേരത്തെ നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് പറഞ്ഞു, ഇനി പറയാൻ പോകുന്നത് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. The CPU also make use some special purpose registers during the execution of the instruction cycle. These CPU registers are used to store a specific type of data and assigned a special function, and therefore they are called special purpose registers. അതായത് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രജിസ്റ്റേഴ്സിനെയാണ് നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ ഡി എച്ച് എൽ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ രജിസ്റ്റേഴ്സ് നമ്മൾ ആ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന രജിസ്റ്റേഴ്സ് ആണ്. The general purpose registers are used to store any type of data, address or instruction or other data, where the special purpose registers data type and its purpose is predefined ആണ്. For example, the program counter can only store address. അറിയില്ലേ? The instruction register can store only instruction, and the accumulator can store the data operand, that is operand, that needs to be operated by the ALU. The main function of the flag register is indicates. Okay, next പറയുന്നത് flag registers ആണ്, ഞാൻ വിട്ടുപോയി. Next, flag registers. The main function of the flag register is to indicate the status of the process after the ALU operation. അതായത് ഒരു പ്രത്യേക സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് ഈ പറയുന്ന ഫ്ലാഗ് രജിസ്റ്റേഴ്സ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, നമ്മുടെ ഈ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മൈക്രോ പ്രോസസറിനകത്ത് നടക്കുന്ന ഒരു അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് എന്ത് റിസൾട്ടാണ് കിട്ടുന്നത്, ആ റിസൾട്ടിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് കാണിക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അത് നടക്കുന്ന സമയത്ത് നടക്കുന്ന സ്റ്റാറ്റസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രജിസ്റ്ററാണ് ഈ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് കാണുന്നത് 5 രജിസ്റ്റേഴ്സ് ആണ് മെയിനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ദ ഫ്ലാഗ് രജിസ്റ്റർ ഈസ് ആൾസോ ആൾട്ടർനേറ്റീവ്ലി റെഫേർഡ് ടു ആസ് എ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയും, ഒരു സ്റ്റാറ്റസ് വേർഡാണ് ഇപ്പോൾ കാണുന്നത്. A flag register is a 8-bit special purpose registers used in 8085 architecture to indicate the CPU status after each arithmetic and logical operation. So ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, നമുക്ക് 5 സ്പെഷ്യൽ അല്ലെങ്കിൽ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ആണുള്ളത്. സൈൻ രജിസ്റ്റർ, സീറോ ഫ്ലാഗ് രജിസ്റ്റർ, അതുപോലെ ഓക്സിലറി ക്യാരി ഫ്ലാഗ് രജിസ്റ്റർ, അതുപോലെ പാരിറ്റി ഫ്ലാഗ് രജിസ്റ്റർ, ക്യാരി ഫ്ലാഗ് രജിസ്റ്റർ. അപ്പോൾ ഇത്രയും 5 രജിസ്റ്റേഴ്സ് ആണുള്ളത്. MSB LSB പോകുമ്പോൾ നമുക്ക് 5 എണ്ണം കാണാൻ കഴിയും. ഇവിടെ കാണാം ക്യാരി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, അൺയൂസ്ഡ് ബിറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ സീറോ ഫ്ലാഗ് എപ്പോഴാണ് സംഭവിക്കുന്നത്, 1 ആവുന്നത്, ഓരോന്നും ഹൈ ആവുന്നത്. ഒന്നെങ്കിൽ നമ്മളിപ്പോൾ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക്കൽ പ്രോസസ്സ് നടന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് 0 ആയിപ്പോയി. 0 ആയി കഴിഞ്ഞാൽ സംഭവിക്കും, ഈ 7ാമത്തെ രജിസ്റ്റർ 1 ആയി മാറും, അല്ലെങ്കിൽ എന്തായിരിക്കും, 0 ആയിരിക്കും, അല്ലെങ്കിൽ അതിന് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ നടന്ന അക്യുമുലേറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആണ് എന്ന് മനസ്സിലാക്കാം, ഇവിടെ 1 ആണെങ്കിൽ. ഓക്കെ, രണ്ടാമത്തത് ഇത് സൈൻ ഫ്ലാഗ് ആണ്. ഈ സൈൻ ഫ്ലാഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ അക്യുമുലേറ്ററിലുള്ള വാല്യൂ, അക്യുമുലേറ്ററിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന വാല്യൂ, നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് താഴെ വരുന്നുണ്ട്. ഓക്കെ, the 8085 flag register can have a total of 8 flag registers. Each flag is represented by a specific bit in the 8-bit flag register. Okay, each flag is represented by single bit. A flag can be either set 0 or it can be reset of binary 1. In other words, a flag can either be 0 or 1. ഈ ഫ്ലാഗ് രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും. In 8085 microprocessor use only 5 flag registers, and the remaining 3 flags are kept unused. The 5 flags used include carry flag, auxiliary carry, sign flag,
പാരിറ്റി ഫ്ലാഗ് ആൻഡ് സീറോ ഫ്ലാഗ്. ഇപ്പോൾ ക്യാരി ഫ്ലാഗ് എന്താണ്? ഇറ്റ് ഓക്യുപ്പൈസ് ദ 0th ബിറ്റ്, ഫസ്റ്റത്തെ, അതായത് LSB ഇരിക്കുന്ന ബിറ്റാണ് ഈ ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത്. ഏറ്റവും എന്താ പറയുക, ലെഫ്റ്റ് മോസ്റ്റ് അല്ലേ, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ് ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഓക്യുപ്പൈസ് ദ 0th ബിറ്റ് ഓഫ് ദ ഫ്ലാഗ് രജിസ്റ്റർ ഇഫ് ദ അരിതമെറ്റിക് ഓപ്പറേഷൻ റിസൾട്ട്സ് ഇൻ എ ക്യാരി, ദെൻ ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ്. ഇപ്പോൾ നമ്മളൊരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റായിട്ട് നിൽക്കും. അതർവൈസ് ഇറ്റ് ഈസ് റീസെറ്റ്. ഓക്സിലറി ക്യാരി ഫ്ലാഗ് ആണെങ്കിലോ ഇറ്റ് ഓക്യുപ്പൈസ് ദ 4th ബിറ്റ് ഓഫ് ദി ഫ്ലാഗ് രജിസ്റ്റർ ഇറ്റ് ഇൻ ആൻ അരിതമെറ്റിക് ഓപ്പറേഷൻ വെൻ ദ ക്യാരി ഫ്ലാഗ് ഇസ് ജനറേറ്റഡ് ബൈ ദ 3rd ബിറ്റ്. അതായത് നോക്കിയാൽ ഈ ആഡ് ചെയ്യുന്ന സമയത്ത് 2 ബിറ്റ് സംഖ്യകൾ ആഡ് ചെയ്യുന്ന സമയത്ത് 0 1 1 കിട്ടി, 1 0 പ്ലസ് 1 പ്ലസ് 0 1 0 പ്ലസ് 0 0 1 പ്ലസ് 1. അപ്പം അതായത് 0th 1th 2nd 3rd ബിറ്റുകൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാരി വന്നു കഴിഞ്ഞാൽ ആ ക്യാരി എവിടേക്ക് എടുക്കും? തൊട്ട് ശേഷമുള്ള അതിൻ്റെ ഹയസ്റ്റ് പൊസിഷനിലേക്ക് എടുക്കും അല്ലേ. 1 ഇവിടെ ഒരു ക്യാരി വന്നു. ആ ക്യാരിനാണ് നമ്മൾ ഓക്സിലറി ക്യാരി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്യാരി വന്നു കഴിഞ്ഞാൽ ഈ ഓക്സിലറി ക്യാരി എന്ന് പറയുന്ന രജിസ്റ്റർ സെറ്റ് ആവും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് റീസെറ്റായി നിൽക്കും. Then the auxiliary carry flag is set. If it is not, flag is reset. The flag is used internally for the BCD binary code decimal number operation. അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം. പിന്നെ സൈൻ ഫ്ലാഗ് ആണ് നേരത്തെ പറഞ്ഞത്. ഇറ്റ് ഓക്യുപ്പൈസ് ദ 7th ബിറ്റ് ഓഫ് ദ ഫ്ലാഗ് രജിസ്റ്റർ which is also known as the most significant bit. It helps the programmer to know whether the number is stored in the accumulator is positive or negative. അക്യുമുലേറ്ററിനകത്തുള്ള ഒരു വാല്യൂ, അതിൻ്റെ ആ വാല്യൂ നെഗറ്റീവ് നമ്പർ ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണോ ഒരു പോസിറ്റീവ് വാല്യൂ ആണോ എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് ഈ സൈൻ ഫ്ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഫ്ലാഗ് രജിസ്റ്ററാണ് സൈൻ ഫ്ലാഗ് രജിസ്റ്റർ. If the sign flag is set, it means that number is stored in the accumulator is negative. 1 ആണെങ്കിൽ നെഗറ്റീവ് ആണ്, 1 ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് റീസെറ്റ് ദെൻ ദ നമ്പർ ഈസ് പോസിറ്റീവ്. അതായത് 0 ആണെങ്കിൽ അവിടെ എന്താണ്? ആ നമ്പർ, അക്യുമുലേറ്ററിലുള്ള നമ്പർ എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി പാരിറ്റി ഫ്ലാഗ്. ഇറ്റ് ഓക്യുപ്പൈസ് ദാറ്റ് 2nd ബിറ്റ് ഓഫ് ഫ്ലാഗ് രജിസ്റ്റർ. ദിസ് ഫ്ലാഗ് ടെസ്റ്റ് ദ നമ്പർ ഓഫ് വൺസ് ഇൻ ദ അക്യുമുലേറ്റർ. അതായത് അക്യുമുലേറ്ററിനകത്തുള്ള ഒരു ബൈനറി നമ്പർ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്പർ 0 1 1 0 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും 8 ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ എന്തായിരിക്കും? പാരിറ്റി ഹൈ ആയിരിക്കും. അതായത് ആ പാരിറ്റി ബിറ്റ് അല്ലെങ്കിൽ ഫ്ലാഗ് രജിസ്റ്റർ, ആ പാരിറ്റി ഫ്ലാഗ് സെറ്റ് ആയിരിക്കും. ഈവൻ നമ്പർ ആണെങ്കിൽ. ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് ഈ അക്യുമുലേറ്റർ ഉള്ളതെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി സീറോ ഫ്ലാഗ്. It occupies the 6th bit of the flag register. It is set when the operation performed in the LU results in 0. അതായത് അക്യുമുലേറ്ററിൽ നടന്ന ഒരു ഓപ്പറേഷൻ്റെ ഫലമായിട്ട് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആയി കഴിഞ്ഞാൽ അല്ലേ. when operation performed in the LU results in 0, all 8 bit are 0. ഉറപ്പല്ലേ? 0 ആണെങ്കിൽ എല്ലാ 8 ബിറ്റുകളും എന്തായിരിക്കും? 0 ആയിരിക്കും. അതർവൈസ് ഇറ്റ് ഈസ് റീസെറ്റ്. ഇറ്റ് ഹെൽപ്സ് ദ ഡിറ്റർമിൻ ഇഫ് 2 numbers are equal or not. അങ്ങനെയൊക്കെ ആ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ഈ ഒരു ഫ്ലാഗ് ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ 0 ആണെങ്കിൽ, അതിൻ്റെ റിസൾട്ട് 0 ആണെങ്കിൽ 0 ഫ്ലാഗ് സെറ്റ് ആവും, അല്ലെങ്കിൽ അത് റീസെറ്റ് ആയിരിക്കും. റീസെറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇനി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സാണ്. എന്താണ് ഇൻസ്ട്രക്ഷൻ? അത് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IR ഈസ് 8 bit special purpose register used by the processor to store the part of the instruction that is decoded by the control unit. The instruction register is a non-accessible type of special purpose register and the programmer cannot directly modify its content. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതൊക്കെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ആണ്, നോൺ ആക്സസിബിൾ ആണ്. അതായത് യൂസറിന് നോൺ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു രജിസ്റ്ററാണ്. 8 ബിറ്റാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അഡ്രസ്സിംഗ് മോഡ്, ഓപ്പ് കോഡ്, ഓപ്പറൻഡ്. അപ്പോൾ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നതാണ് റൂൾ ഫോർ ഓപ്പറൻഡ്. അപ്പോൾ ഓപ്പറൻഡിൻ്റെ അതിൻ്റെ ഒരു കഥയാണ് അഡ്രസ്സിംഗ് മോഡിൽ പറയുന്നത്. ഡാറ്റ ആണോ അഡ്രസ്സ് ആണോ എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഇൻസ്ട്രക്ഷൻസിൽ വരുന്ന ഓപ്പറൻഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു ഡാറ്റയാണ് നമ്മൾ അതിന് കൂടെ കൊടുക്കുന്നത്. ഡാറ്റ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ, ഒരു പ്രത്യേക നമ്പറായി നമ്മൾ അതിനോട് അസൈൻ ചെയ്യുന്നത്. പക്ഷേ ആ നമ്പർ എന്ന് പറയുന്നത് ചിലപ്പം ഡാറ്റ ആയിട്ട് നമ്മൾ കൊടുക്കാം, അല്ലെങ്കിൽ അഡ്രസ്സായിട്ട് കൊടുക്കാം. അതിനാണ് ഈ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഈ പാർട്ട് 1 വരുന്നത്. പാർട്ട് 2 വരുന്നത് എന്താണ്?
ഓപ്പ് കോഡാണ്. ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ രണ്ടാമത്തത് ഓപ്പ് കോഡാണ്. ഓപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണോ ചെയ്യേണ്ടത്, ആ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണോ ചെയ്യേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഓപ്പ് കോഡ്. ഇപ്പോൾ MVI എന്നാണെങ്കിൽ എന്താണ്, മൂവ് ഇമ്മീഡിയറ്റ് ഡാറ്റ, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് എന്നുള്ള രീതിയിലാണ് അത് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആഡ് A, B എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യാനുള്ള ആണ് അതിൻ്റെ ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ പറഞ്ഞിരിക്കുന്ന സംഭവം, അതായത് ആ ഓപ്പ് കോഡിൻ്റെ കൂടെ കൊടുക്കുന്ന വാല്യൂ ഒന്നെങ്കിൽ അഡ്രസ്സ് ആവാം അല്ലെങ്കിൽ ഡാറ്റ ആവാം. The CPU fetches the instruction from the main memory RAM. Depending upon the instruction format, the control unit of the CPU decodes the instruction as specified in the opcode of the instruction format. The opcode part of the instruction is stored into the 8-bit instruction register during the program execution instruction cycle. അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ എന്താ പറയുക, നടക്കുന്ന സമയത്ത് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കഴിഞ്ഞ് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, റാമിൽ നിന്ന് ഡാറ്റ അല്ലെങ്കിൽ ഓപ്പ് കോഡ് ഫെച്ച് ചെയ്യുന്നു, ഓപ്പ് കോഡ് ഡീകോഡ് ചെയ്യുന്നു, എന്താണോ ഓപ്പ് കോഡിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കടന്നു പോകുന്നത്. ഇനി പ്രോഗ്രാം കൗണ്ടർ. എന്താണ് പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഫംഗ്ഷൻ? പ്രോഗ്രാം കൗണ്ടറിൻ്റെ അകത്ത് എന്ന് പറയുന്നത് ഒരു അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഫംഗ്ഷൻ. ഏത് അഡ്രസ്സാണ്? അടുത്ത നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് കേട്ടോ. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അല്ല, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കാനുള്ള ഫംഗ്ഷനാണ്, സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അല്ലേ, പ്രോഗ്രാം കൗണ്ടർ ഇസ് 16-bit special purpose register used in 8085 is architecture to store the instruction address. The program counter registers always stores the memory address, the next instruction that address of the next instruction that needs to be fetched from the main memory. During the execution of the instruction cycle of the PC is always incremented by 1 just after the fetch operation of the current instruction is initiated by the CPU so that it points to the next instruction to be fetched from the memory. അല്ലേ, അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം കൗണ്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 001 ആണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇൻസ്ട്രക്ഷൻ 1, ഇൻസ്ട്രക്ഷൻ 2. അപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, 001 ആണ്. ഇൻസ്ട്രക്ഷൻ അടുത്ത ഓരോ ഇത് കഴിയുന്ന സമയത്തും ഫെച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിങ്ങനെ ഇൻക്രിമെൻറ്റ് കൊണ്ടുപോകും. അതിങ്ങനെ വന്നിട്ട് 01, 02 ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇനിഷ്യേറ്റഡ് ഫെച്ച് ഇൻക്രിമെൻറ്റ് പ്രോഗ്രാം കൗണ്ടർ ബൈ 1, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IRലെത്തി, ഇൻസ്ട്രക്ഷൻ 1 എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ആ സമയത്ത് എന്താണ്, വീണ്ടും അത് അടുത്ത ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നു. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഫെച്ച് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പണിയാണ് ആർക്കുള്ളത്, പ്രോഗ്രാം കൗണ്ടറിനുള്ളത്. ഇനി നെക്സ്റ്റ് ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മൈക്രോ പ്രോസസർ ആവട്ടെ, മൈക്രോ കൺട്രോളർ ആവട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഗതിയാണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും ഒരു മൈക്രോ പ്രോസസറിനെ ഇൻട്രപ്റ്റ് ചെയ്യാം, മൈക്രോ പ്രോസസർ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന കുറച്ച് സംഗതികളുണ്ട്. ആ സംഗതികൾ ഏതൊക്കെ ടൈപ്പ് രീതിയിലാണ് ഇതിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ദ ഇൻട്രപ്റ്റ്സ് ആർ ദ സിഗ്നൽ സെൻഡ് ടു ദ മൈക്രോ പ്രോസസർ ടു ദ പോസ് ആൻഡ് അറ്റൻഡ് ദ റിക്വസ്റ്റ് സെൻഡ് ബൈ ദ എക്സ്റ്റേണൽ ഡിവൈസ്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുറത്തുനിന്ന് ഡിവൈസോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഡിവൈസുകളോ ഈ മൈക്രോ പ്രോസസറിനെ പോസ് ചെയ്യാൻ പറയുകയാണ്. ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോഗ്രാം പോസ് ചെയ്ത് നിർത്തിയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചുള്ള പ്രോസസ്സ് എന്താണോ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻട്രപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദ ഇൻട്രപ്റ്റ്സ് ആർ എക്സ്റ്റേണൽ ഈവൻറ്റ്സ് ദാറ്റ് ഒക്കർ ഇൻ എ റിയൽ ടൈം ടു സീക്ക് ദ പ്രോസസർ റെസ്പോൺസ്. The interrupts can either generated by the program instruction or it can also be generated by the peripheral devices connected to the system. The 8085 architecture supports 8 software interrupts and 5 hardware interrupts. അതായത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 8 ഇൻട്രപ്റ്റുകളുണ്ട് സോഫ്റ്റ്വെയർ. അതിന് നമ്മൾ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഹാർഡ്വെയർ പിന്ന് വഴി ഇതിൻ്റെ ഈ ICയുടെ അല്ലെങ്കിൽ പ്രൊസസ്സറിൻ്റെ എക്സ്റ്റേണൽ പിന്നുകൾ വഴി നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റുകളാണ് നമ്മൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. നോക്കി നമുക്കിതിനകത്ത് നോക്കിയാൽ മതി. ഇൻസ്ട്രക്ഷൻ 1, 2 ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് സംഭവിക്കുന്നത്, ഒരു ഇൻട്രപ്റ്റ് വന്നിരിക്കുന്നത്.
ഒരു ഇൻട്രപ്റ്റ് ഈവൻറ്റ് സംഭവിച്ചു. ഒരു ഇൻട്രപ്റ്റ് ഈവൻറ്റ് സംഭവിച്ചു. ആ ഇൻട്രപ്റ്റിൻ്റെ ലൊക്കേഷൻ, ഇൻട്രപ്റ്റിൻ്റെ ഫംഗ്ഷൻ നടക്കേണ്ടത് എവിടെയാണോ ആ ഒരു ലൊക്കേഷനിലേക്ക് അത് ജമ്പ് ചെയ്യുന്നു, നേരെ എവിടേക്ക് വരുന്നു. ആ ഇൻസ്ട്രക്ഷൻസ് 1 to 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. തിരിച്ച് അതിൻ്റെ പഴയ പ്രോഗ്രാംസിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ അകത്ത് ഒരുപാട് ഇൻട്രപ്റ്റ്സ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു അതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പെട്ടെന്നായിരിക്കും നമ്മുടെ ഒരു യൂട്യൂബ് എടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിവൈസ് വേറെ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തത്. അപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന ആ സംഭവം എന്ത് ചെയ്യും, അതവിടെ പോസ് ചെയ്ത് വെച്ചിട്ടായിരിക്കും പിന്നെ ഇതിലേക്ക് വരുന്നത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലതിങ്ങനെ നമുക്ക് ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാലും അതിനെ തടഞ്ഞു നിർത്തിയെടുത്ത് കഴിഞ്ഞിട്ട് പ്രയോറിറ്റി ഒക്കെ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്, ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് നമുക്ക് തരംതിരിക്കാം അങ്ങനെ ഇൻട്രപ്റ്റുകൾ. അതിൽ വെക്റ്റേഡ് ഇൻട്രപ്റ്റ് ഉണ്ട്, നോൺ വെക്റ്റേഡ് ഇൻട്രപ്റ്റ് ഉണ്ട്, മാസ്കബിൾ ഇൻട്രപ്റ്റ്, നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. അതായത് ഈ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പിന്നുകൾ വഴി നമുക്ക് ഈ പ്രോസസ്സറിനെ നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ വെക്റ്റഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഇൻട്രപ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എവിടേക്കാണ്, അല്ലെങ്കിൽ ഏത് ലൊക്കേഷൻ പോയിട്ടാണ് അത് ബാക്കി ആ സമയത്ത് ആ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റുകളാണ് നമ്മൾ വിളിക്കുന്നത് വെക്റ്റഡ് ഇൻട്രപ്റ്റ്. അതിനൊരു വെക്റ്റർ ഉണ്ട്, ഒരു ഡയറക്ഷൻ ഉണ്ട് അതിന്. പക്ഷേ നോൺ വെക്റ്റഡ് ഇൻട്രപ്റ്റും ഉണ്ട്. അതായത് അതിന് പ്രത്യേക പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ഇല്ല. അത് എവിടേക്ക് നമ്മൾ ഇതിനകത്ത് പറയണം, ഇതിൻ്റെ അകത്ത് ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കണം ഈ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കേണ്ടത് എന്ന്, അല്ലെങ്കിൽ എവിടേക്കാണ് പോകേണ്ടത് നമ്മൾ ആ സമയത്ത് പറഞ്ഞു കൊടുക്കണം എവിടേക്കാണ് പോകേണ്ടതെന്ന്. അതുപോലെ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാസ്ക് ചെയ്ത് കളയാം. ആ ഇൻട്രപ്റ്റിന് നമുക്ക് എന്താ പറയുക, ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാസ്ക് ചെയ്ത് കളയാം. പക്ഷേ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ഉണ്ട്. അത് എങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന മൈക്രോ പ്രോസസ്സർ നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ യൂസർ കൊടുത്ത ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ചെയ്യാതെ ഈ പറയുന്ന വർക്ക് ചെയ്യില്ല. അത് ആ ഇൻട്രപ്റ്റ് കഴിഞ്ഞിട്ടേ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്കി പരിപാടി അത് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ഏതൊക്കെ വരുന്നത് നോക്കിയേ. എന്താ പറയുക, സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആർ ജനറേറ്റഡ് ഡ്യൂറിംഗ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ഇൻ റെസ്പോൺസ് ടു ദ ഇൻസ്ട്രക്ഷൻ. These interrupts are specifically added into the program, maybe programmer while writing the program. പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിഫൈ ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം ഏതൊക്കെ ഇൻട്രപ്റ്റ് ആണ് വേണ്ടതെന്നുള്ളത്. 8085 has 8 software interrupts. These software interrupts include RST0, RST1, RST2, RST3, RST4, RST5, RST6 and RST7. അങ്ങനെ 8 സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റുകളാണത്. അതുപോലെ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എന്തൊക്കെയാണ്? ദ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ആർ ജനറേറ്റഡ് ബൈ ദ ഹാർഡ്വെയർ പെരിഫറൽ ഡിവൈസ് കണക്റ്റഡ് ടു ദ സിസ്റ്റം. ദ 8085 ആർക്കിടെക്ചർ സപ്പോർട്ട് 5 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ്. These are 5 interrupt pins present in the 8085. 8085ൻ്റെ പിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഈ 5 പിന്നുകൾ നമുക്ക് കാണാൻ കഴിയും. ട്രാപ്പ്, RST7.5, RST6.5, RST5.5 ആൻഡ് INTA. ഓക്കെ, ഇങ്ങനെ ഒരു 5 ഹാർഡ്വെയർ ഇൻട്രപ്റ്റുകളും ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ വെക്ടർ ഇൻട്രപ്റ്റ്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെക്ടർ ഇൻട്രപ്റ്റ്. ദ വെക്ടർ ഇൻട്രപ്റ്റ്സ് ഹാവ് ഫിക്സ്ഡ് വെക്ടർ അഡ്രസ് ആൻഡ് ദ ഇൻട്രപ്റ്റ് അഡ്രസ് is known as the processor. For example, RST7.5, RST6.5, 5.5 ട്രാപ്പ്. ഈ 4 ഇതിനും എന്തുണ്ട്, ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്തുണ്ട്, അത് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് അല്ല, ഹാർഡ്വെയർ ഇൻട്രപ്റ്റിന് എന്തുണ്ട്, വെക്ടർ, അതായത് ഒരു പർട്ടിക്കുലർ പ്രീ ഡിഫൈൻഡ് ആയിട്ട് പർട്ടിക്കുലർ ലൊക്കേഷൻ ഉണ്ട്, ആ ലൊക്കേഷനിൽ അത് പോകത്തുള്ളൂ. ഇനി നോൺ വെക്ടർ ആണെങ്കിലോ അതിന് പ്രത്യേകം ലൊക്കേഷൻസ് ഇല്ല. Non-vector interrupts when interrupts address is unknown to the processor. For this, interrupts device address needs to be sent to the processor in order to service the interrupts. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം എവിടേക്കാണ് ഇത് പോകേണ്ടതെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ INTR എന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ വെക്ടേഡ് ഇൻട്രപ്റ്റ് ആണ്. ഓർത്തിരിക്കണം, മത്സര പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ, ഒരു പോയിൻ്റാണ് ഈ പറയുന്ന വിച്ച് ഈസ് ദ നോൺ വെക്ടേഡ് ഇൻട്രപ്റ്റ്. INTR തരും, ട്രാപ്പ് തരും, അങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കും. The device that generates an interrupt gives the address interrupt subroutine for this interrupts. The INTR is the only non-vectored interrupt in 8085 architecture. ഇനി മാസ്കബിൾ ഇൻട്രപ്റ്റ്, അതുപോലെ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. നേരത്തെ പറഞ്ഞ സംഗതി നമ്മൾ പറയാണ്, the maskable are those interrupts that can be disabled by the programmer. പ്രോഗ്രാമർ എന്ത് ചെയ്യാം, ഡിസേബിൾ ചെയ്ത് വെക്കാം. അതാണ് ഈ മാസ്കബിൾ ഇൻട്രപ്റ്റ് കൊണ്ട് മാസ്ക് ചെയ്ത് വെക്കാം.
by writing some specific instruction into the program code. The maskable interrupts can also be ignored by the processor. For example, RST 7.5, 6.5 and 5.5. ഇത്രയും RST 7.5, 6.5 and 5.5 എന്താണ് മാസ്കബിൾ ഇൻട്രപ്റ്റുകളാണ്. ഇനി നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ഉണ്ട്, അതാണ് ഡിസേബിൾ. ഈ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് cannot be disabled by the programmer by writing the specific instruction into the program code. The non-maskable interrupts cannot be ignored by the processor and enjoys the highest priority. For example, ട്രാപ്പിനാണ് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള X85-ൻ്റെ അകത്തുള്ള ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരു പിന്നെ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്, ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ട്രാപ്പാണ്. ട്രാപ്പ്. അപ്പോൾ ആ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് പ്രത്യേകം ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ട്രാപ്പ് എന്താണ്, വെക്റ്റേഡ് ഇൻട്രപ്റ്റ് ആണ്, പക്ഷേ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. പിന്നെ നോൺ വെക്റ്റേഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, INTR ആണ്. മാറിപ്പോരുത്, INTRും ട്രാപ്പിൻ്റെ ഫങ്ഷൻസ് മാറിപ്പോരുത്. ബസ് ഓർഗനൈസേഷൻ, മൈക്രോപ്രൊസസറിൻ്റെ ബസ് ഓർഗനൈസേഷനാണ്. ദ കമ്പ്യൂട്ടർ ബസസ് ആർ ദ ഗ്രൂപ്പ് ഓഫ് വയേഴ്സ് റണ്ണിങ് അക്രോസ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ത്രൂ വിച്ച് ഡാറ്റ, അഡ്രസ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ് ആർ ട്രാൻസ്ഫേർഡ്. അല്ലേ, ഈ ബസ്സിലൂടെയാണ്, ഈ ബസ് എന്ന് പറയുന്നൊരു കണക്ഷൻ വയേഴ്സാണ്, ഇതിലൂടെയാണ് നമ്മുടെ കൺട്രോൾ സിഗ്നൽസും ഡാറ്റ സിഗ്നൽസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ദ മൈക്രോപ്രൊസസർ നീഡ്സ് ടു ബി കമ്മ്യൂണിക്കേറ്റ് വിത്ത് വേരിയസ് സിസ്റ്റം ഹാർഡ്വെയർ കമ്പോണൻസ് ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട് ദ program instruction. The microprocessor chip also has its own internal buses, അല്ലെ, പുറത്തുമുണ്ട് അകത്തുമുണ്ട്, for functioning of the processor. The 8085 micro architecture has 8-bit data അല്ലെങ്കിൽ 8-bit database and 16-bit address buses ആണ് ഈ പറയുന്ന 8085-നുള്ളത്. ഓക്കെ, നോക്കിയേ, അഡ്രസ് ബസ്, അഡ്രസ് ആൻഡ് ഡാറ്റാബേസസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. ഓക്കെ, അപ്പോൾ അഡ്രസ് ബസ് നേരെ പറഞ്ഞിട്ടുണ്ട്, ഡാറ്റാബേസ് ബൈ ഡയറക്ഷനിലാണ്. നമുക്ക് മനസ്സിലാക്കണേ, അഡ്രസ് ബസ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലാണ്, അതുപോലെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. കൺട്രോൾ ബസ്സും ബൈ ഡയറക്ഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഡാറ്റ പോകുന്ന പറഞ്ഞാൽ റാം എന്നൊക്കെ ആയിരിക്കും, റാമെന്നും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും ഇൻ്റർഫേസ് എന്നൊക്കെ അവിടെ നിന്നൊക്കെയാണ് എന്ത് പോകുന്നത്, ഈ ഡാറ്റ നമ്മൾ എടുക്കുന്നത്. Address bus. The address bus is a 16-bit unidirectional bus that is used to transfer the 16-bit address between the CPU and the main memory RAM. During the CPU fetch operation, the address is transferred from program counter PC, program counter. The register to be memory controlled can be during the CPU fetch operation, the address is transferred from program counter register to the memory controller on the 16-bit address bus. അപ്പോൾ അഡ്രസ് ബസ് ഉപയോഗിക്കുന്നതിനാണ്, അഡ്രസ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്താണ്, യൂണി ഡയറക്ഷനിലാണ്. നമ്മുടെ റാമിൻ്റെ അകത്തുള്ള ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റാമിനോട് പറയുന്നതാണ് എന്ത്, ഈ പറയുന്ന അഡ്രസ് ബസ്, അല്ലെങ്കിൽ അഡ്രസ്സ് അയക്കാൻ ഉപയോഗിക്കുന്ന ബസ്സിനാണ് അഡ്രസ് ബസ് എന്ന് പറയുന്നത്. അപ്പം 16-ബിറ്റ് അഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന റാമിൻ്റെ സൈസ് മാക്സിമം എത്ര കൂട്ടാം, 64 KB വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇനി ഡാറ്റാബേസ് എന്ന് പറയുന്നത് 8-ബിറ്റ് ബൈ ഡയറക്ഷണൽ ബസ്സാണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ 8-ബിറ്റ് ഡാറ്റ ബിറ്റ്വീൻ ദ CPU ആൻഡ് ദ മെയിൻ മെമ്മറി റാം. The CPU perform both memory read and write operation during the program execution. The data transfer takes place on the database. അല്ലേ, നമുക്ക് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇനി കൺട്രോൾ ബസ്സിൽ എന്താ പറയുന്നത്, ദ കൺട്രോൾ ബസ് ഈസ് എ ബൈ ഡയറക്ഷണൽ ബസ് ദാറ്റ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ കൺട്രോൾ സിഗ്നൽസ് ബിറ്റ്വീൻ ദ CPU ആൻഡ് ദ വേരിയസ് ഹാർഡ്വെയർ ഡിവൈസസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം, മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, IO റീഡ്, IO റൈറ്റ് ആൻഡ് ഓപ്കോഡ് ഫെച്ച്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കാര്യമാണ് കൺട്രോൾ ബസ്സസ് ആണ്. ഇതിലെന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യാം, അതുപോലെ എന്ത് ചെയ്യാം, വാട്സാപ്പിലൂടെ ചോദിക്കാം. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.